ഗാണ് നമുക്ക് കിട്ടാത്ത പടച്ചോനെ ഗാ കിട്ടില്ലല്ലോ. ഗാ ഇല്ല, നല്ല അടിയാ കിട്ടാത്ത. എന്താണ്ടോ അനക്കൊരു പുച്ഛം. നമ്മൾ പാടി എനിക്ക് പുടിച്ചില്ലേ? നിങ്ങള് പാടിയത് ഇനി ഞമ്മള് കരുതി തൊണ്ടയില് മുള്ളു കുടുങ്ങിട്ട് നിലവിളിക്കാണെന്ന്. അല്ല പിന്നെ എടി, സംഗീതം എന്ന് പറഞ്ഞാല് അതൊരു കടലാണ്. നമ്മൾ അതിന്റെ തീരത്ത് തെരയെണ്ണി ഇരിക്കുന്ന ഒരാളാണ്. തെരഞ്ഞിരിക്കുന്ന എന്റെ വാപ്പ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങക്ക് അറിയണ പണി ചെയ്താ പോരാ മനസ്സാ. എടി, അനക്കറിയോ നമ്മളെ മമ്മൂട്ടി പാട്ട് പാടി, മോഹൻലാൽ പാടി, എന്തിനേറെ പറയണം സുരേഷ് ഗോപി വരെ പാടി. ഓരൊക്കെ പാട്ട് പഠിച്ചിട്ടാണ് എടി ഇപ്പം പാട്ട് പാടുന്നവർക്ക് സ്കോപ്പുള്ളൂ. അത് അവരൊക്കെ ആദ്യം മനസ്സിലാക്കി. നമ്മളിപ്പോഴും എന്ത് ഗഫൂർക്കാ, ഓരോന്നും പാട്ട് പാടിയതുകൊണ്ടല്ല പേരെടുത്ത്. ഓരൊക്കെ സിനിമയിൽ നല്ലോണം അഭിനയിച്ചിട്ടാ പേരെടുത്ത്. ഈ എന്ത് പറഞ്ഞാലും ശരി നമ്മൾ പാടും. എന്നിട്ട് അത് കേസറ്റാക്കുകയും ചെയ്യും. ഈ നോക്കിയോ, ചൂലാണല്ലേ ശകുനം. നിങ്ങളിത് എങ്ങോട്ടാണ്? നമ്മൾ സ്വന്തമായിട്ട് പാടിയ പാട്ടിന്റെ സീഡിയാണിത്. ഇതാ സംഗീത സംവിധായകൻ റഹ്മാനെ കേൾപ്പിക്കാൻ പോവുകയാണ്. അല്ലാ, റഹ്മാനോ? ഏത്? നമ്മളെ റഹ്മാനാ? റഹ്മാനല്ലാന്ന്, എന്തേനാ ചെറിയോന്റെ പേര്? ഇത് വേറൊരു റഹ്മാനാണ്. എന്തായാലും വേണ്ടിയില്ല, പോയി വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. പലവട്ടവും കാത്തുനിന്ന് ഞാൻ കോളേജിൽ മൈതാനത്ത് പലരെയും തോണ്ടുന്ന നീ റോഡല്ലേ. ഷാജി എന്ന പേരിന് ഗെറ്റപ്പ് പോരാന്ന് തോന്നിയപ്പോ റഹ്മാൻ എന്ന് കൂടി ചേർത്തായിരിക്കും. എന്തായാലും വേണ്ടിയില്ല, നമ്മക്ക് നമ്മളെ പാട്ടിറങ്ങിയാ മതി. ഞാൻ ഗഫൂർ, അത്യാവശ്യം പാടും. അതെ, ഞാൻ അത്യാവശ്യത്തിന് പാടുകയും ചെയ്യും. അല്ല, അങ്ങനല്ല, അത്യാവശ്യത്തിന് പാടുമെന്ന് പറഞ്ഞ നമ്മൾ ഉദ്ദേശിച്ചാണ്. ആർക്ക് അത്യാവശ്യമുള്ളപ്പോഴാ താൻ പാടുക? അങ്ങനൊന്നുമില്ല, വെറുതെ ഇരിക്കുമ്പോ ഒന്ന് മൂളും. നമ്മള് സ്വന്തമായിട്ട് പാടിയ പാട്ട് ഈ സീഡിയിലുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കി. അവതാളം അവതാളം എന്റെ കോളേജ് ജീവിതം അവതാളം. നിങ്ങൾക്ക് എന്താ പണി? നമ്മൾ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റും കച്ചവടമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആ പണി മര്യാദയ്ക്ക് ചെയ്താ പോരെ. പാടിയ നിങ്ങളുടെ ജീവിതം മാത്രമല്ല, കേട്ട എന്റെ ജീവിതം വരെ അവതാളത്തിലായി പോയി. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടും. സൂറാവി പറഞ്ഞതുപോലെ നമുക്ക് നല്ലത് സംഗീതം എന്ന കടലിന്റെ കരയിലിരുന്ന് തെരയെണ്ണൽ തന്നെയാണ്. വെറുതെ അതിൽ ചാടി വെള്ളം കലക്കണ്ട. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്.